ഈ പറഞ്ഞ 5 ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബി നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ തീർച്ചയായും നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ 5 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ സരിസ KQNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് BP കൂടുന്നത്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം തന്നെയാണ്. ഒന്ന് വെച്ചാൽ മെയിൻ ഫുഡ് ഹാബിറ്റ്സ്, രണ്ടെന്ന് വെച്ചാൽ സ്ട്രെസ് ഒരുപാട് എടുക്കുന്നു, ഉറക്കം കറക്റ്റ് ആവുന്നില്ല, ഫിസിക്കൽ ആക്ടിവിറ്റി തീരെയില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് BP, അതുപോലെ തന്നെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല നല്ല ഭക്ഷണങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഭക്ഷണം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ക്വാളിറ്റിൻ്റെ കൂടെ തന്നെ ക്വാണ്ടിറ്റിയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓവറായിട്ട് ഷുഗർ അതുപോലെ തന്നെ സോൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ നിന്ന് ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒരു കറക്റ്റ് ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ടൈം എടുത്തിട്ട് എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്പർ 1 ആണ് ഇലക്കറികൾ. ഇപ്പം ഇലക്കറികൾ നമുക്ക് മെയിനായിട്ട് അറിയുന്നതാണ് ചീര. അപ്പോൾ ചീര നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പൊട്ടാസ്യം കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സോഡിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. കാരണം സോഡിയം കൂടുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്തുണ്ടാവും, BP കൂടുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇലക്കറികൾ ധാരാളം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബെറീസ്. അപ്പോൾ ബെറീസ് എന്ന് വെച്ചാൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്, അതായത് ഫ്ലാവിനോയിഡ്സ്. ഇത് നമ്മുടെ BP കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബെറീസ് ഒക്കെ നിങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതായത് ഫ്രൂട്ട്സ് എന്നുള്ള രൂപത്തിൽ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ബെറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്തി ആണ് എന്നുള്ളത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ള രൂപത്തിൽ ഒരിക്കലും എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഹെൽത്തി ആയിട്ട് വേണം നമ്മൾ ഓട്സ് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് BP കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബോത്ത് സിസ്റ്റോളിക് അതുപോലെ തന്നെ ഡയസ്റ്റോളിക്. അപ്പോൾ ഓട്സ് മാക്സിമം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലോ ഫാറ്റ് ആയിട്ടുള്ള യോഗേർട്ട്. നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം ലോ ഫാറ്റ് യോഗേർട്ടിൽ കാൽഷ്യം അതുപോലെ തന്നെ പ്രോബയോട്ടിക്കും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗേർട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഗ്രീക്ക് ആയിട്ടുള്ള യോഗേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും ഫ്ലേവേർഡ് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അൺസ്വീറ്റൻഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ഒരു പ്ലെയിൻ യോഗേർട്ട് വിത്ത് ഫ്രൂട്ട്സ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതായത് BP നമുക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഫ്ലാക്സ് സീഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലാക്സ് സീഡ്സ് എന്ന് വെച്ചാൽ omega-3 ഫാറ്റി ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിലെന്ന് വെച്ചാൽ ഏലയാണ് ഉള്ളത്, അതായത് ആൽഫോ ലിനോണിക് ആസിഡ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ BP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഏത് രൂപത്തിലാണെങ്കിലും ഡയറ്റ് ഉച്ചക്കത്തെ ആണെങ്കിലും രാത്രിത്തെ ആണെങ്കിലും അത് ഒരു ദിവസം 1 ടേബിൾ സ്പൂൺ എങ്കിലും നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് നിങ്ങളെ ശരീരത്തിൽ കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ BP കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം പുളിയില്ലാത്ത മോരുണ്ടാവും, അതിലോട്ടേക്ക് ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിലും അതും നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം BP കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ് ഇതൊക്കെ ഒരു ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലി തന്നെ BP കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം BP ഉള്ളവർ മാത്രമല്ല, ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒരു ഗുഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ BP വന്നവർക്ക് ഏറ്റവും കൂടുതൽ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ടും കൂടി നിങ്ങളുടെ BP കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കുക. അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ സരിസ KQNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.